സൂംബ ഡാൻസ് എന്നാണ് ഇവർ വീഡിയോ കാണുന്ന പോലത്തെ സാംബ ഡാൻസ് അല്ല എന്ന് ആദ്യം പറയട്ടെ. ലോകത്ത് രണ്ട് രാജ്യങ്ങളിലാണ് സൂംബ കളിക്കാൻ പാടില്ലാത്തത്. അതൊരു ഫാക്റ്റ് ആണ്. ആ ഫാക്ട് ഞാൻ പറയാണ്. അതൊന്ന് ഇറാനിലാണ്, രണ്ടാമത്തെ അഫ്ഗാനിസ്ഥാനിലാണ്. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പൊ സർക്കാർ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഇതൊരു മത റിപ്പബ്ലിക് അല്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ അടക്കം അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഇതൊരു ഈ ലഹരിക്കെതിരായ പ്രചാരണങ്ങളുടെ ഭാഗമായി നടത്തുന്ന പരിശീലനം അത് അങ്ങനെ തന്നെ അതുതന്നെ നടത്തണമെന്നില്ല, ലഘുവ്യായാമമോ സൂംബയോ എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് സർക്കാർ നിലപാട് കടുപ്പിക്കുകയാണോ? സൂംബ തന്നെ വേണം എന്ന രീതിയിൽ മുന്നോട്ട് പോകുമോ? ഈ വിസ്ഡം സ്റ്റുഡൻസിന്റെ ആൾക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കള്ളമാണ് ലഹരിക്കെതിരെയുള്ള എന്താ പറയാ എല്ലാ തരത്തിലുള്ള പരിഹാരമാണ് സൂംബ എന്നുള്ള രീതിയിലാണ് നടപ്പിലാക്കുന്നത്. അല്ല, ലഹരി എന്നുള്ളതും കുട്ടികളുടെ അരക്ഷിതാവസ്ഥ എന്നുള്ളതും കുട്ടികളുടെ ഫ്രസ്ട്രേഷൻ എന്നുള്ളതൊക്കെ നമ്മുടെ സ്കൂളുകളിൽ നിലനിൽക്കുന്ന കുറേ കുഴപ്പങ്ങളുള്ള കരിക്കുലത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. നിലവിലുള്ള കരിക്കുലത്തിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പൊക്കെ അംഗീകരിക്കുന്നതാണ്. ആ ഫ്രസ്ട്രേഷനും ആ ഒരു സഫോക്കേഷനും സൊല്യൂഷനായിട്ട് പല കാര്യങ്ങളും സർക്കാർ അന്വേഷിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നാട് അന്വേഷിക്കുന്നുണ്ട്. പാരൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൂട്ടണം, ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കണം, കുട്ടികൾ വളരെ കൂടുതൽ സമയം ഇന്റർനെറ്റിൽ എന്താ പറയുക സ്പെൻഡ് ചെയ്യുന്നത് മാറണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഗതി മാത്രമാണ് ക്ലാസ് അവേഴ്സിന് ശേഷം 15 മിനിറ്റ് സമയം കുട്ടികൾ നിലവിൽ ചെയ്യുന്ന പിക്ക് പകരമായിട്ട് ഈ സൂംബ ഡാൻസ് ചെയ്യാന്നുള്ളത്. സൂംബ ഡാൻസ് എന്നാണ് ഇവർ വീഡിയോ കാണുന്ന പോലത്തെ സാംബ ഡാൻസ് അല്ല എന്ന് ആദ്യം പറയട്ടെ. ഇനി ഇതിന്റെ ഒരു കാര്യം, 1990s നമുക്ക് അറിയുന്ന പോലെ സൂംബ വരുന്നത്. ഇന്ന് നിലവിൽ ലോകത്ത് 180-ലേറെ രാജ്യങ്ങളിൽ അത് ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെയും സ്പിരിച്വൽ ട്രെയിനിങ്ങിന്റെയും ഇമോഷണൽ ട്രെയിനിങ്ങിന്റെയും ഒക്കെ ഭാഗമായിട്ട് കരിക്കുലത്തിന്റെ കൂടെ ഭാഗമായിട്ടുണ്ട്. ലോകത്ത് രണ്ട് രാജ്യങ്ങളിലാണ് സൂംബ കളിക്കാൻ പാടില്ലാത്തത്. അതൊരു ഫാക്റ്റ് ആണ്. ആ ഫാക്ട് ഞാൻ പറയാണ്. അതൊന്ന് ഇറാനിലാണ്, രണ്ടാമത്തെ അഫ്ഗാനിസ്ഥാനിലാണ്. കേരളത്തിൽ സ്കൂളുകളിൽ സൂംബ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരോട് വളരെ വിനീത വിധേയരായിട്ട് പറയാൻ ഒരു കാര്യമുള്ളൂ. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്, അഫ്ഗാനിസ്ഥാൻ അല്ല, ഇറാൻ അല്ല. ഇതൊരു സെക്യുലർ രാഷ്ട്രമാണ്. ഇവിടെ കുട്ടികളുടെ അല്ലെങ്കിൽ പുതിയ കാലത്തിന്റെ ആളുകൾക്ക്, കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവിദ്യാലയങ്ങളുള്ളത്. സർക്കാരിന്റെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം മുഴുവൻ ആളുകൾക്കും സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നത്. നിങ്ങൾ വിശ്വസിച്ചുകൊള്ളൂ ഭൂമി ഉരുണ്ടിട്ടാണെന്ന്, നിങ്ങൾ വിശ്വസിച്ചുകൊള്ളൂ പന്നി എന്നുള്ളത് വിഷ്ണുവിന്റെ അവതാരമാണെന്ന്, നോ പ്രോബ്ലം. പക്ഷേ സ്കൂളിൽ വെച്ചിട്ട് പന്നി ദൈവമാണെന്നും ഭൂമി പരന്നിട്ട് പഠിപ്പിക്കണം എന്നും പറഞ്ഞാൽ അത് നടപ്പില്ല, ഒരു കാരണവശാലും നടപ്പില്ല. പിന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ കുട്ടികളുടെ ബോധത്തെ തെറ്റിച്ചു കളയുന്നു പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. കാരണം മതപാഠശാലയിൽ നിന്ന് ഭൂമി പരന്നിട്ടാണെന്ന് രാവിലെ കേൾക്കുകയും 10 മണി മുതൽ 4 മണി വരെ സയൻസ് ടീച്ചർ കൃത്യമായിട്ട് ഭൂമി ഉരുണ്ടിട്ടാണെന്ന് പറയുന്നത് കേൾക്കുകയും ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ള തെറ്റായ പ്രയോഗം. കാരണം സൺ ഡസിൻ റൈസ്, സണ്ണ് വേറെ അല്ലല്ലോ ചെയ്യുന്നത്, ഭൂമി റിവോൾവ് ചെയ്യാണ്. ഇത് മൂന്നും ഒരുപോലെ കേട്ട് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള കുട്ടികളാണ് എല്ലാ കാലത്തും കുട്ടികൾ. അതിനേക്കാൾ 5 or 10 മടങ്ങ് ബുദ്ധിയുള്ള സെൻസിബിലിറ്റി ഉള്ള കുട്ടികളാണ് ഇവിടെ. ആ കുട്ടികൾ വളരെ ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ, ഒരു ജീവിത വ്യവസ്ഥയിൽ ശീലിച്ചു വരുന്നവരാണ് അവർ. അവർക്ക് കിട്ടുന്ന അറിവും എക്സ്പീരിയൻസും ഒക്കെ എനിക്കും ഇവിടെ വിസത്തിന്റെ പ്രതിനിധിയായിരിക്കുന്ന ആൾക്കും മാധുവിനും അല്ലെങ്കിൽ നൗഷാദ് അലിക്കും കിട്ടിയതിനേക്കാൾ എത്രയോ അഡ്വാൻസ്ഡ് ആണ്. ആ കുട്ടികളുടെ അടുത്ത് ഈ മാതിരി ന്യായവും പറഞ്ഞു പോയാൽ അവർ നിങ്ങളെ പുറങ്കാല് കൊണ്ട് തൊഴിച്ചു വിടും. സർക്കാർ ഇത് വളരെ നിർബന്ധ ബുദ്ധിയാ പരിശീലിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന നിലയ്ക്കാണ് നിലവിൽ നിൽക്കുന്നത്. ഇപ്പൊ ദേശാഭിമാനിയിൽ വന്ന ലേഖനം, ഇപ്പോഴത്തെ മന്ത്രിമാരുടെ പ്രതികരണം, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതല്ല സർക്കാർ നിർബന്ധ ബുദ്ധിയോടെ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നയിക്കാനുള്ള ഒരു അജണ്ടയായിട്ടാണ് ഇതിനെ മുന്നോട്ട് വെക്കുന്നത് എന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് നടപ്പിലാക്കും എന്ന നിർബന്ധ ബുദ്ധി സർക്കാരിനുണ്ടോ ഇവർ പറയുന്നത് പോലെ എന്നാണ്. അതല്ലെന്നേ, ആ മട്ടിലല്ലല്ലോ ഇതിനെ കാണേണ്ടത്. ഈ മാന്യദേഹത്തിന്റെ സംഘടനയുടെ പേര് വിസ്ഡം സ്റ്റുഡൻസ് എന്നാ. അത് പാശ്ചാത്യ ഭാഷയല്ലേ? ഇയാളെന്താ പൗരസ്യ ഭാഷയിൽ പറയാത്തത്? ടെലിവിഷൻ പാശ്ചാത്യമായ സാധനമല്ലേ? ഞാനിട്ടിരിക്കുന്ന ഷർട്ട് പാശ്ചാത്യമല്ലേ? ഇതെന്ത്, എവിടെ, ഏത് കാലത്തെ ന്യായമാണ് നിങ്ങൾ പറയുന്നത്? സൂംബ കൊളംബിയയിൽ തുടങ്ങിയ സാധനമാണ്. സൗദി അറേബ്യയിലും UAE-യിലും ഒമാനിലും എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും എല്ലായിടത്തും പ്രാക്ടീസ് ചെയ്യുന്ന സാധനമാണെന്നേ. പാട്ടും ഡാൻസും എക്സസൈസും കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സംഗതിയാണിത്.
അത് എല്ലായിടത്തും കുട്ടികളുടെ കരിയറിന്റെ ഒരു റിലാക്സേഷൻ ടെക്നിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. സർക്കാരിന് നിർബന്ധ ബുദ്ധി അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ലോകം മുഴുവൻ പടരുന്ന ഒരു റിലാക്സേഷൻ ടെക്നിക്കാണ്. ഇവർക്ക് എന്താണ് പ്രശ്നം അത് ഇവർ പറയട്ടെ. അധ്യാപക സംഘടനയോട് ആലോചിച്ചിട്ടില്ല എന്നുള്ളത് അധ്യാപക സംഘടനയല്ലേ പറയേണ്ടത്? വിസ്ഡം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ആളുകളാണോ പറയേണ്ടത്? എന്തൊക്കെ വൃത്തികേടുകളാ വിളിച്ചു പറയുന്നത്? ആണും പെണ്ണും ഒന്നിച്ചു തുള്ളുന്നതല്ലല്ലോ. ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളും, ആൺകുട്ടികളും പെൺകുട്ടികളും അധ്യാപകരുടെ സാന്നിധ്യത്തിൽ 15 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നതാണ്. ഇവരതിലെന്തിനാണ് ഈ ലൈംഗികത മാത്രം കാണുന്നത്? 2ലും 3ലും 4ലും പഠിക്കുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കാണുമ്പോൾ ഇവർ സെക്സ് ചെയ്യാൻ മാത്രമുള്ള ശരീരങ്ങളാണെന്ന് കാണുന്നത്. പെൺകുട്ടികളും ആൺകുട്ടികളും ഇടകലർന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് പ്രധാനപ്പെട്ട ഒരു നേതാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് അതുണ്ടാക്കിയ വിവാദങ്ങളും ഒക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ കെ പി നൗഷാദ് ഇന്നിപ്പോ അതായത് ഈ മാതിരി ഒറ്റ സെക്കൻഡ് കൂടെ ഈ മാതിരി വൃത്തികേടുകൾ പറയാനുള്ള ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന, ഇവർ സെക്യുലർ ആണ്, പുരോഗമനമാണ്, ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമാണ് എന്ന് പറയുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വി.ഡി. സതീശൻ പോലും ഇതിന് മറുപടി പറയണം. ഈ കോണ്ടെക്സ്റ്റിൽ പെട്ടെന്നാണ് ഇവരെല്ലാവരും തലപൊക്കുന്നത്. കാരണം ഇവരെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് കഴിഞ്ഞ ആഴ്ച കിട്ടിയത്.